ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഐഫോണിൽ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നമ്മളത് മിനിമൈസ് ചെയ്ത് വേറൊരു ആപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ ആക്സസ് പോകും. അതായത് നമുക്ക് ആ വീഡിയോ കിട്ടാതാവും, അല്ലെങ്കിൽ മ്യൂട്ടാവും. ഓക്കെ, ഇതിന് നമ്മൾ ബ്രേവ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രൗസർ ഉണ്ട്. പലർക്കും അറിയുന്ന കാര്യമാണ്. ഈ ബ്രൗസർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീഡിയോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് തന്നെ നമുക്ക് മറ്റുള്ള ടാസ്കുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് സഫാരിയിലും ചെയ്യാൻ പറ്റും, ബട്ട് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ബ്രേവ് ബ്രൗസറാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. നോർമലി ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് എടുത്തു. ഓക്കെ, ഞാനൊരു യൂട്യൂബ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു സോങ് എടുത്തിട്ട് ജസ്റ്റ് ഞാനിതിപ്പോൾ ഈ ഒരു സോങ് എടുത്തു. ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു ടൈമിൽ ഇത് മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോൻ്റെ ആക്സസ് പോയി. എനിക്ക് വേറെ എന്തെങ്കിലും ടാസ്കിലേക്ക് പോകണമെങ്കിൽ ആ വീഡിയോയുടെ ആക്സസ് പോയി. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ബ്രേവ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ബ്രേവ് ബ്രൗസർ. ഓക്കെ, ഈ ഒരു ബ്രൗസർ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഗൈസ്, ഈ ബ്രൗസർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഗൈസ്, ഞാനിത് ബ്രൗസർ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ബ്രേവ് ബ്രൗസർ. ഓക്കെ, എന്നിട്ട് ഈ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഈ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബ് എടുക്കുക. ഈ ഒരു ബ്രൗസറിൻ്റെ ഉള്ളിലുള്ള യൂട്യൂബ് എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, സോങ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സോങ് തന്നെ എടുത്തു. ഞാൻ ഈ ഒരു സോങ് തന്നെ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു സോങ് തന്നെ എടുത്തു. ഇനി ഈ സോങ് എനിക്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ സ്ക്രീൻ ആക്കാതെ. ഇത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഇവിടെ പിക്ചർ ടു പിക്ചർ വിൻഡോ ഉണ്ടല്ലോ, ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് മിനിമൈസ് ആവും. ഇത് മിനിമൈസ് ആയി കഴിഞ്ഞ് ഇങ്ങനെ മിനിമൈസ് ചെയ്താൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള അതർ ആക്ടിവിറ്റീസുകൾ ചെയ്യാം. ഇപ്പോൾ ഗാലറി പോയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലിൽ പോയിട്ട് എന്തെങ്കിലും മെയിൽസോ കാര്യങ്ങളോ അയക്കണമെങ്കിൽ ഒന്നും എന്ത് ചെയ്യില്ല, ഈ വീഡിയോനെ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, 10 സെക്കൻഡ് ഫോർവേഡ് ചെയ്യാനും ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൈസ്, ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു MP3 പോലെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിലൊരു സോങ് MP3 പോലെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീണ്ടും എന്ത് ചെയ്യുക, ഈ ബ്രൗസർ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇത് പ്ലേ ചെയ്തിട്ട് മിനിമൈസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ വീഡിയോ കട്ടാവും. ബട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലുണ്ടാവും ഈ ഒരു മ്യൂസിക് ഐക്കനോട് വന്നിട്ടുണ്ടാവും. ഇതിൽ വീണ്ടും പ്ലേ ചെയ്യുക. അപ്പോൾ ആ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ യൂട്യൂബ് മ്യൂസിക് ഇവിടെ എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ MP3 പോലെ ആയി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്ക്സുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ചെറിയ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.